അപ്പം ഇതിനകത്ത് സാധാരണ ധ്യാൻ ചേട്ടൻ നമ്മളിങ്ങനെ ഓരോ സെന്റർ ക്യാരക്ടറിന്റെ പേര് ടൈറ്റിലിൽ വരുമ്പോ ഇൻ അല്ലെങ്കിൽ ആസ് എന്ന് വരാറുണ്ട്. പക്ഷെ ഇതില് ഇസ് ആണ് വന്നിരിക്കുന്നത്. ധ്യാൻ ശ്രീനിവാസൻ അത് ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷെ വളരെ റെയർ മാറ്റിയിട്ടതാണ്. ഓക്കെ, ബൈ ദ വേ നിങ്ങൾ ഡയറക്ടർ എന്താ വരാഞ്ഞ്? ഇന്ദ്രനീൽ ആൻഡ് രാഹുൽ എഡിറ്റിംഗ് വർക്കിലാണ്. ഞാൻ പടം ഇറങ്ങിയിട്ട് വരാം. അല്ല, ആക്ച്വലി ഞാൻ നമ്മൾ ഇന്റർവ്യൂ എടുക്കുമ്പോഴത്തേക്ക് ഡയറക്ടറിനെ ഒക്കെ ഇങ്ങനെ നോക്കി നോക്കി അവരുടെ ബയോഗ്രഫി കാര്യങ്ങളൊക്കെ നോക്കാൻ പോകും. ഞാൻ നോക്കിയപ്പോ നല്ല സുന്ദരൻ ഡയറക്ടർ. അതാണ് നോക്കിയത്. അപ്പൊ ഞാൻ അപ്പൊ ഞാൻ ഓർത്ത് വരുമ്പോ ഇന്ദ്രനീലിനെ ഇന്റർവ്യൂ എടുക്കാം എന്ന്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ വേറെ ഇതാണല്ലേ പടത്തിന് പ്രൊമോഷൻ വരുന്ന ഡയറക്ടറിനെ വളയ്ക്കാന്ന് എവിടെ എന്താ ചേട്ടാ അങ്ങനെ നല്ല ആർട്ടിസ്റ്റിക് കഴിവുള്ളവരടുത്ത് കലയുള്ളവരടുത്ത് സംസാരിച്ചിരിക്കുമ്പോ തന്നെ നമുക്ക് ഒരുപാട് വിവരങ്ങൾ അവൻ സംസാരിക്കില്ല. മലയാളത്തിലെ ഫസ്റ്റ് മലയാളിയല്ലേ, മുംബൈ അതല്ല സുന്ദരനായ ഡയറക്ടറിനെ കണ്ടിട്ട് സുന്ദരനായ ഡയറക്ടറാണ് ഇവിടെ വന്നപ്പോ ഡയറക്ടർ അപ്പൊ ചേട്ടാ അങ്ങനെ തന്നെ അങ്ങനെ വരാത്തോണ്ടായിരിക്കും ഉമ്മാരെടുത്ത് സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ വിഷയത്തിൽ നിന്നും തെന്നി മാറി ഫോട്ടോ കണ്ടപ്പോ സുന്ദരന ഇതൊക്കെ നീ മുംബൈ ബേസ്ഡ് അല്ലേ ഉള്ളി. നീ സുന്ദരനായ അവ സുന്ദരനല്ലോ. ഇങ്ങനെ പിടിച്ചില്ല. അപ്പൊ ഇങ്ങനെ രാഹുലിന്റെ പ്രൊഫൈൽ പിക്ചറിൽ രാഹുൽ നമുക്ക് എവിടുന്നാണ് കോണ്ടന്റ് കിട്ടുന്നത് പറയാൻ പറ്റില്ല. ഇത്രയും ഫേസ് കാണാൻ പറ്റുന്നത് എന്തുകൊണ്ട് സുന്ദരൻ ഇങ്ങനെയല്ലേ ഇരിക്കുന്നേ? ഇത്രയും കാണാലോ. അത് വെച്ച് സുന്ദരനാന്ന് ഞാൻ പറഞ്ഞല്ലോ. അത്രയും സ്റ്റോക്കിംഗ് ഇസ് ബാഡ്. അല്ല ഡീപി ഞെക്കി നോക്കാം. എനിവേ, അപ്പം ഡെബ്യൂ ഡയറക്ടേഴ്സിന്റെ സിനിമയാണ്. എങ്ങനെയാണ്, ഹൗ ഡിഡ് ദിസ് മൂവി ഫൈൻഡ് യു ബോത്ത്? ഈ സിനിമ നിങ്ങളിലേക്ക് എങ്ങനെ നിങ്ങളിലേക്ക് വന്നത്? അതായത് ധ്യാൻ ചേട്ടൻ തന്നെ ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ ആകണമെന്ന് രാഹുലിന്റെയും ഇന്ദ്രനീലിന്റെയും മനസ്സിൽ ആദ്യമേ ഞാൻ ഇവന്മാരിങ്ങനെ കഥ ആലോചിക്കുന്ന തുടങ്ങുന്ന സമയത്ത് തന്നെ ഞാൻ ഇവന്മാരെ വീട്ടിൽ പോയി. അല്ല, ശ്രീനിവാസന്റെ മോനാണ് സാധനം തരണം. എന്താ ധ്യാൻ ചേട്ടാ എന്ത് ചോദ്യമാണത്? ഹൗ ഡിഡ് യു ഫൈൻഡ് യു ബോത്ത്? അങ്ങനെയല്ല ഞാൻ ചോദിച്ചേ. How is this even remotely connected? അത് ഇതുവരെ പറഞ്ഞിട്ടില്ലേ? എല്ലാ സമയം ഒരു എമ്പുരാനും ഞാൻ ഏറിലായിരുന്നു. ഒരു കാര്യമില്ല, ഞാൻ ഏരിയയിൽ ഉണ്ടായിരുന്നില്ല, എന്നാലും ഞാൻ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശം. ഇപ്പൊ ധ്യാൻ ചേട്ടൻ തന്നെ ഉജ്ജ്വലനാകണം എന്ന് ഡയറക്ടർ പറഞ്ഞിട്ട് അങ്ങനെ ബാക്കി ഇവിടെ പറ. അങ്ങനെ അങ്ങനെ ഒരു സിനാരിയോ ഉണ്ടായിട്ടുണ്ടോ എന്നാണ് സന്ദർഭം. അങ്ങനെ ഒരു സന്ദർഭം. അതായത് എങ്ങനെയാണ് ധ്യാൻ ചേട്ടൻ ഉജ്ജ്വലനാകുന്നത്? ഇവരൊക്കെ എങ്ങനെ വിളിച്ചു അതുപോലെ എന്നെ വിളിച്ചു. അത്രല്ലേ ഉള്ളൂ. എന്നാ ഞാൻ ശംഭുലേക്ക് പോകും. അടുത്ത അന്നൊരു ഗെയിമിലേക്ക് പോകാം. അതിനകത്താണ് ഗെയിം. ഞാൻ പോയി എടുത്തിട്ട് വരാം. ഇതിനകത്ത് ചിറ്റ്സ് ആണ്. ഓക്കെ, യു ഗോണ ടോക്ക് അബൌട്ട് യുവർ ഫസ്റ്റ്
ചിപ്സ് അല്ല ചിപ്സ്. നിങ്ങളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസസ് എന്നെ പറ്റിയിട്ട് ആണ് ഇതിനകത്ത് സംസാരിക്കുന്നത്. നിങ്ങളുടെ സ്വന്തം ചോദ്യമാണ്. ആ ഇതിനകത്ത് ഒരു ചിപ്സ് ആണ്, അതിനകത്ത് ഒരു ചോദ്യം ഉണ്ടാകും. അപ്പൊ ചിപ്സ് അല്ല, ചിപ്സ് അല്ല, ചിപ്സ്. ഓക്കെ, ചിപ്സ് ആണ്, അതിനകത്ത് ചോദ്യം ഉണ്ടാവും. അപ്പൊ അതിനകത്ത് നിങ്ങളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസുകളെ പറ്റിയിട്ടായിരിക്കും ചോദിക്കുക. ഫസ്റ്റ് കാർ, ഫസ്റ്റ് മൂവി, ഫസ്റ്റ് സ്റ്റേജ് പെർഫോമൻസ്, അങ്ങനെ അങ്ങനെ അങ്ങനെ. അപ്പം പലതും ഉണ്ടാകാം. അപ്പം പറ്റത്തില്ലെങ്കിൽ എനിക്ക് പാസ് ചെയ്താൽ മതി, അടുത്തത് ചിട്ടെടുക്കാം. എന്നാലും കഴിവതും ഉത്തരം പറയാൻ ശ്രമിക്കാം. ആ നിബ്രു നിബ്രു ആരായാലും മതി. ഇത്രയും അടുത്താവും. മൈ ഫസ്റ്റ് ടൈം ഇൻ ഫ്രണ്ട് ഓഫ് ക്യാമറ. ആ ടിക്ടോക്ക് സമയത്ത് ക്യാമറ ഇത് പടത്തിലാണോ അതോ മൊത്തത്തിലാണോ? ഇനി ഏതാ വേണമെങ്കിലും പറയാം. ഇതിപ്പോ ഫോട്ടോ വാങ്ങാൻ പോയപ്പോ ക്യാമറയുടെ കാര്യം പറഞ്ഞപ്പോ ലെറ്റ് മീ സ്റ്റോപ്പ് യു റൈറ്റ് ദേർ. ഒരു കാര്യം നിങ്ങൾക്ക് അറിയുമോ? രജനീകാന്തിനെ സെൽഫി എടുക്കാൻ പഠിപ്പിച്ചത് ആരാണ്? എന്റെ മുന്നിൽ ഇരിപ്പുണ്ട്. രജനീകാന്തിനെ സെൽഫി എടുക്കാൻ പഠിപ്പിച്ചത് ഞാൻ കഥ അറിഞ്ഞത് നമ്മള് ഫ്ലവേഴ്സിലെ സ്മാർട്ട് ഷോയ്ക്ക് ധ്യാൻ ചേട്ടൻ വന്നപ്പോ അന്ന് ധ്യാൻ ചേട്ടൻ പറഞ്ഞ കഥയാണ്. അല്ല, ഉള്ള കഥ ധ്യാൻ ചേട്ടൻ ശരിക്കുള്ള കഥയല്ലേ? ആ കഥ പറ കേക്കട്ടെ. ഇവര് കേട്ടിട്ടില്ല. അല്ല, ഇത് ധ്യാൻ ചേട്ടൻ പണ്ട് രജനീകാന്തിന്റെ വീട്ടിൽ പോയപ്പോ ഞാൻ പറയാം, ശ്രീനിവാസൻ സാറും രജനി ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. രജനീകാന്തിന്റെ വീട്ടില് എന്നാ ധ്യാൻ ചേട്ടൻ പറയാം. ഇല്ല, ഞാൻ കഥ ശ്രദ്ധിച്ച് കേട്ടു. ഐ എം എ ഗുഡ് ലിസണർ. താങ്ക് യു. അപ്പൊ ഞാൻ അത് കഥ 2005 ഓക്കെ, കുഞ്ചേലൻ എന്ന് പറഞ്ഞ സിനിമ കഥ പറയുമ്പോഴുള്ള റീമേക്ക് അത് ചെയ്യുന്നു. അതിന്റെ ഡിസ്കഷന് വേണ്ടി അച്ഛനും പുള്ളിയും കാണുന്ന സമയത്ത് എന്റെ കയ്യിൽ അന്ന് മോട്ടോ റേസറിന്റെ V2 എന്ന് പറഞ്ഞ അതിന്റെ സെക്കൻഡ് വേർഷൻ ഈ ഫോൺ ഉണ്ട്. അതിലാണ് ആദ്യമായിട്ട് നമുക്ക് ഇങ്ങനെ ഫോൺ തിരിച്ചിട്ട് ഈ ഫോണിൽ ഡിസ്പ്ലേ ഒന്ന് സെൽഫി എടുക്കാൻ പറ്റുന്ന ആദ്യത്തെ ഫോൺ. ഓക്കെ, എന്ന് വെച്ചാൽ ഫോൺ നമുക്ക് തിരിച്ച് ഇങ്ങനെ എടുക്കാണ്ട് നമുക്ക് ഇങ്ങനെ തിരിച്ചിട്ട് ഇവിടെ പുറത്ത് ഡിസ്പ്ലേ വരും. അപ്പൊ അത് ആ ഫോണിൽ ഞാൻ ആദ്യമായിട്ട് ഫോട്ടോ ഇങ്ങനെ എടുത്ത സമയത്ത് പുള്ളി എന്നോട് ചോദിച്ചു ഇത് എന്താണ് സംഭവം, ഇങ്ങനെയൊക്കെ വരുമോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ആ ഫോട്ടോ പുള്ളി അപ്പൊ ആദ്യമായിട്ട് ഞാൻ ഇതിനെ കുറിച്ച് പറഞ്ഞു. അന്ന് സെൽഫി ഒന്നും പറയില്ല, അന്ന് പുള്ളിക്ക് ഞാൻ പറഞ്ഞു. അങ്ങനെ പഠിപ്പിച്ചു കൊടുത്തു. കൊള്ളാം.